ആര്യ പറയൂ. വെൽക്കം ടു ആര്യ ഷിജു വ്ളോഗ്സ്. അപ്പോൾ ഞങ്ങൾ 5 വർഷത്തിന് ശേഷം നായ വാപ്പൂരി. ഹലോ, വെൽക്കം ബാക്ക് ടു ആര്യ ഷിജു വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് ഞങ്ങളുടെ ബാക്ക് ടു കോളേജ് വ്ളോഗാണ്. അപ്പം ഞാനും ഗീതും കൂടെ, എൻ്റെ ഫ്രണ്ട് ഗീതും കൂടെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ കോളേജിലേക്ക് പോവുകയാണ്. ചെങ്ങന്നൂരാണ് കോളേജുള്ളത്, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ്. കോഴിക്കോട് നിന്ന് ഞങ്ങൾ ചെങ്ങന്നൂരേക്ക് കയറി. ഇപ്പോൾ ചെങ്ങന്നൂർ എത്തി, സ്റ്റേഷനിൽ ഇറങ്ങി. ഞങ്ങളിങ്ങനെ ഓരോ നിമിഷങ്ങളിങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ചെങ്ങന്നൂർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ചെങ്ങന്നൂർ എന്ന് പറയുന്നത് പത്തനംതിട്ടേൻ്റെയും ആലപ്പുഴേൻ്റെയും ഒരു ഇൻ ബിറ്റ്വീനായിട്ട് കിടക്കുന്ന ഒരു പ്ലേസാണ്. നമ്മൾ ഇവിടെ വന്നിട്ട് വേണം, നമ്മൾ ശബരിമലയ്ക്കൊക്കെ പോകുന്നവർ ഇവിടെയാണ് വന്നിറങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പം ഇത് ഇവിടെ ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ പണ്ട് രാത്രിയൊക്കെ ഞങ്ങൾ തിരിച്ചു പോകുമ്പം കാത്തിരുന്ന ആ ഒരു സ്പേസും അതുപോലെ തന്നെ ഇത് നടന്നു വരുന്ന ആ ഒരു ഏരിയയും ഒക്കെ ഒരു മെമ്മറീസ്. അതായത് ഞങ്ങൾ 2018 ഞങ്ങൾ PG കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 18 കഴിഞ്ഞ് 19, 20, 21, 22, 23 അതായത് 5 വർഷം ആയി. അപ്പോൾ ഈ 5ാമത്തെ വർഷമാണ് ഞങ്ങളിവിടെ പിന്നെയും ഞങ്ങൾ ആ ഒരു വഴിക്ക് തിരിച്ചു പോകുന്നത്. ബസ് സ്റ്റാൻഡിൽ തന്നെ നേരെ മുന്നിലാണ്. പക്ഷേ ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ അങ്ങനെ പോകാണ്ട് നേരെ അവിടെ നിന്ന് ഓട്ടോ എടുത്തിട്ട് പോയതാണ്. പക്ഷേ ഓട്ടോയ്ക്കാണ് നല്ല റേറ്റ് പറഞ്ഞു കേട്ടോ. സാധാരണ ഞങ്ങൾ പണ്ട് വാങ്ങുന്നതിനേക്കാളും കൂടുതൽ പൈസ. ഒരു ചെറിയ ഡിസ്റ്റൻസിലേക്കാണ് അത് 100 രൂപേൻ്റെ അടുത്ത് വാങ്ങിയത്. അത്രയൊന്നും വാങ്ങലില്ല സാധാരണ, നമ്മളറിയാത്തവരാണെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വാങ്ങിയത്. ഞങ്ങൾ ചില സമയത്ത് കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് പകുതി എത്തുന്ന സമയത്തൊരു ഹോട്ടലുണ്ട്, അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ ഇറങ്ങും. പിന്നെ അവിടെ നിന്ന് നടന്നാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകൽ. അപ്പോൾ ഇത് KSRTC സ്റ്റാൻഡാണ്, നമ്മുടെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ അധികം ഡിസ്റ്റൻസ് ഒന്നുമില്ല കോളേജും ഇതും തമ്മിൽ. കുറച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ നമ്മൾ എത്തും. 5 മിനിറ്റിനുള്ളിൽ എത്തും, ഓട്ടോ കയറി കഴിഞ്ഞാലും ബസ് കയറി കഴിഞ്ഞാലും. ഞങ്ങൾ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൻ്റെ അവിടെ ഓട്ടോ ഇറങ്ങിയിട്ട് ഞങ്ങൾ നടക്കുകയാണ്. ചെറിയ തോതിൽ മഴയുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു ഷോപ്പാണ്. നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ എടുക്കേണ്ടത് എടുക്കൽ ഇവിടെ നിന്നായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ചെങ്ങന്നൂർ ടൗണിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ 5 വർഷത്തിന് ശേഷം നായ വാപ്പൂരി തിരിച്ച് കോളേജിലേക്ക് വന്നിരിക്കുകയാണ്. PGക്ക് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലാണ് പഠിച്ചത്. അയ്യോ, ഈ ചോദിച്ചാൽ ഒരു മാറ്റമില്ല. ഒരു ഓർമ്മയ്ക്ക് വീഡിയോ കണ്ടതാണ് ഞങ്ങൾ ഈശോ ചായ. ഞങ്ങളൊരു ലോക്കൽ ഗാർഡിയൻ എന്ന് പറയാം. മെയിനായിട്ട് ഈശോ ചായൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഈശോ ചായ ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇപ്പോഴും ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനുള്ളൊരു ലെവലിലേക്ക് വന്നത്. അപ്പം ഈശോ ചായൻ്റെ വീട്ടിലേക്ക് ഈശോ ചായ ഞങ്ങൾക്ക് ട്രീറ്റൊക്കെ റെഡിയാക്കിയെന്ന് പറഞ്ഞു. പുതിയതായിട്ട് ഉണ്ടാക്കിയ വീടാണ്. ഞങ്ങൾ വീടൊന്നും ഉണ്ടാക്കിയപ്പോൾ വന്നിട്ടൊന്നുമില്ല. അപ്പം ഇതാണ് ഈശോ ചായൻ്റെ വീട്. നല്ല അടിപൊളി സെറ്റപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ലാബ് അസിസ്റ്റൻ്റ് ആയിരുന്നു ഞങ്ങളുടെ PGൻ്റെ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ എന്താ പറയുക, നമ്മളിപ്പം പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്തോ എല്ലാം നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്ന ഒരാളാണ്. പിന്നെ മറ്റേ വീഡിയോ വിറ്റിട്ട് ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടായി. MScൻ്റെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാനുണ്ടാവും. നമുക്ക് കുറച്ചൊരു ഡ്യൂറേഷൻ ഉണ്ടാവും, കുറച്ചും കൂടി സീരിയസ് ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിഗ്രീൻ്റെ മാതിരിയല്ല. അപ്പോൾ അതിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഈശോച്ചായൻ്റെ വൈഫാണത്. ക്യാമറ കണ്ട് പോകാനാണ്. അപ്പോൾ ഇതാണല്ലേ ഈശോച്ചായ. ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം 5 വർഷത്തിന് ശേഷം വന്നതാണ്. ഈശോച്ചായ എന്തെങ്കിലും പറയാണ്ടോ? എന്ത് പറയാനാണ്, 5 വർഷത്തിന് ശേഷം വന്നതിൽ വളരെ സന്തോഷം. ഇനിയും വരുക, എല്ലാവരും വാ. സുവോളജി ഡിപ്പാർട്ട്മെന്റ് ലാബല്ലടി, ലാബ് ആ സൈഡിലാ. അങ്ങനെ അപ്പോൾ ഞങ്ങൾ 5 വർഷത്തിന് ശേഷം കോളേജിൽ വന്നിരിക്കുകയാണ്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്, കുറേ മെമ്മറീസൊക്കെ. ഇന്ന് നബിദിനം കൂടെ ആയതുകൊണ്ട് കോളേജ് മൊത്തം അടച്ചിട്ടതാണ്. പക്ഷേ ഈശോ ചായൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഞങ്ങൾ കോളേജിലൊക്കെ ഒന്ന് കയറി. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് താഴെയാണുള്ളത്, ഇതിന് മുകളിലാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്, സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ PG ആണ് ഞങ്ങളിവിടെ ചെയ്തത്. 2018 ഞങ്ങൾ പാസ് ഔട്ടായി പോയതാണ്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ സർട്ടിഫിക്കറ്റ്, അതായത് ഞങ്ങളുടെ സെം സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടില്ല. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വന്നതാണ്.
ഞങ്ങൾക്ക് പെട്ടെന്ന് സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ ആവശ്യം വന്നു. അപ്പോൾ ഞങ്ങൾ മെയിൻ സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയി അങ്ങ് വാങ്ങി. പിന്നെ ഞങ്ങൾ കോളേജിൻ്റെ സെം സർട്ടിഫിക്കറ്റിന് വേണ്ടി പോയില്ല. അതിൻ്റെ കോപ്പി കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് വാങ്ങാൻ വേണ്ടി ഇപ്പോഴാണ് ഓരോരുത്തർക്കും ഓരോ തിരക്കായിപ്പോയി. എന്തെങ്കിലും ഒന്ന് റെഡി ആകുമ്പോഴത്തേക്ക് അടുത്ത ആൾക്കൊരു പ്രശ്നം ഉണ്ടാവും, അങ്ങനെ പ്രശ്നം ഉണ്ടാവും. ഞങ്ങളെ കൂടെ ഒരു 6-7 പേരുണ്ടായിരുന്നു, ഞങ്ങൾ കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ളവർ. അപ്പം അവരൊക്കെ വാങ്ങിയതാണ്. ഞാനും ഗീതുവും മാത്രം വാങ്ങിയിട്ടില്ല. ഞങ്ങളിപ്പോഴാണ് 2018 കഴിഞ്ഞിറങ്ങി 2023 പിടിച്ച് നടന്ന വഴികളാണ് ഇതൊക്കെ. ഒന്ന് ചവിട്ടിയൊക്കെ ഉണ്ടോന്ന് ഇന്നലെ പിള്ളേർ വന്ന് പിടിക്കാറ്. ഇങ്ങനെ ഞങ്ങളിങ്ങനെ ചവിട്ടി സമയത്ത് അതുപോലെ നിറച്ചു മുല്ലേനെ അത് പോയി ഞങ്ങൾക്ക് സുവോളജി ലാബിലേക്ക് പച്ചത്തുളേൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഈ പുല്ലിൻ്റെ കൂടെയൊക്കെ ഞങ്ങളിങ്ങനെ നടന്ന് എല്ലാവരും കൂടി കോട്ടൊക്കെ ഇട്ട് വരും. എന്നിട്ട് നടന്നിട്ട് അപ്പോൾ പച്ചത്തുളനെ ചാടി കളിക്കില്ല, അന്നേരം അതിനെ പിടിച്ച് എൻ്റെ മയക്കിയിട്ട് ഞങ്ങളിങ്ങനെ കൊണ്ടുവരും. ഇവിടെ ഇല്ലേ, ഇതിന് മുകളിലാണ് ഞങ്ങളെ ലാബ് വരുന്നത്. ഇതിനായിട്ട് കൂട്ടിയിട്ടതാണ്. ഇതാണ് ഓഡിറ്റോറിയം. സൂം ചെയ്യട്ടെ. യെസ്, സെക്കൻഡ് PG ലാബ്. അതേപോലെ തന്നെ ഞങ്ങളുടെ ലാസ്റ്റ് ക്ലാസ് ഇതായിരുന്നു അല്ലേ. ഫസ്റ്റ് MSc സുവോളജി എഴുതി വെച്ചാലും ഫസ്റ്റ് MSc സുവോളജി ഇല്ലായിരുന്നു, സെക്കൻഡ് MSc സുവോളജിയാണ്. ഇതാണ് ഞങ്ങളെ കോളേജ്. ഇത് ചാപ്പലാണ്, ചാപ്പൽ. ഇവിടുന്ന് നേരെ കയറി കഴിഞ്ഞാൽ ഓഫീസാണ്, അതിന് മുകളിൽ താഴെ ലൈബ്രറിയാണ് വരുന്നത്. ഗീതുവിനെ എടുത്തിട്ട് മതിയാവുന്നില്ല. കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു. ഞങ്ങൾ ലാബൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നേരം വൈകും. അപ്പോൾ നേരെ കോളേജ് കോമ്പൗണ്ടിൽ തന്നെയാണ് ഹോസ്റ്റലും വരുന്നത്. അപ്പോൾ നേരെ അങ്ങോട്ട് പോകും. ഇതിപ്പോൾ ഞങ്ങളെ കോളേജിലേക്ക് വരുന്ന വഴിയാണ്. അതാ ഈശോച്ചായന്റെ വീട്. എഴുത്ത് നടന്നു വരാൻ നല്ല രസാണേ. എന്ത് ഭംഗിയായിരിക്കൂലേ, വെള്ളം ഇങ്ങനെ വീഴുന്നതാണ്. ഓർമ്മയുണ്ട്. ഇത് ഭയങ്കര ഒരു കാട് പോലെ, ഭയങ്കര തണുപ്പാണേ എപ്പോഴും. ഭയങ്കര ഓർമ്മകൾ. ഈശോച്ചാൻ പോസിംഗ് ഒക്കെ ഉണ്ട്. ഇതേ ഫുൾ മരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ശാന്ത സുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. അതൊരു പോസിറ്റീവ് വൈബാണ് ഇതിലൂടെ നടക്കുമ്പോൾ അല്ലേ ഈശോച്ചാൻ? ഒരു പോസിറ്റീവ് വൈബ്. ശരിക്കും ഫ്രണ്ടിൽ നിന്നാണ് വരേണ്ടത്. ഞങ്ങളിപ്പോൾ ഈശോച്ചായൻ്റെ വീട്ടിൽ പോയിട്ട് ആ വഴി കൂടി ഇങ്ങനെ കയറിയതാണ്. ആൽജിയ ഞങ്ങളെ വുമൻസ് ഹോസ്റ്റൽ. ഇപ്പോൾ കോളേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കോളേജിൻ്റെ കോളേജ് കോമ്പൗണ്ടിനുള്ളിൽ തന്നെയാണ് ഈ ഹോസ്റ്റൽ വരുന്നത്. ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് അല്ലെങ്കിൽ ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ. ഇവിടെ കയറി ചെല്ലുമ്പോൾ അവിടെ കാണുന്ന ആ ബിൽഡിങ്ങിലാണ് ഞങ്ങളുണ്ടായിരുന്നത്. നമുക്ക് അതൊന്നും കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഞങ്ങളുടെ റൂമൊക്കെ കയറി വാ. ഇവിടെയാണ് ഞങ്ങൾ തിരുമ്പുന്ന ഏരിയ. അപ്പോൾ ഒരു 5 മണി 5:30 ആകുമ്പോൾ ഇവിടെ ആൾക്കാർ നിറയും. 3 കല്ലുണ്ട്. ഇത്രയും കുട്ടികളുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ നിരന്ന് നിൽക്കുക വരിക്ക്. ഓരോരുത്തർ തീരുമ്പോൾ ഓരോരുത്തർ കയറും. മെസ് ഹോളൊക്കെ മാറ്റിയിടൂ. മെസ് ഹോളൊക്കെ അവിടെ ആക്കി. അപ്പോൾ ഇതാണ് ഞങ്ങളെ ഹോസ്റ്റലിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെയായിരുന്നു ഞങ്ങളെ ബിൽഡിങ്. ആൻറ്റീനെ ഫസ്റ്റ് എടുക്കട്ടെ. ഇതാണ് ഞങ്ങളെ മെയിൻ ആൻറ്റി. ഞാൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അതിനകത്ത് എടുത്തിടാനാ. നല്ല രസമല്ലേ?
ആൻറ്റിയാണ് ഞങ്ങളെ എല്ലാം അല്ലേ നമുക്ക് വേണമെങ്കിൽ റൂമൊക്കെ ഒന്ന് കാണാനുള്ള പെർമിഷൻ ആൻറ്റി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കൂടെ കുഞ്ഞാൻറ്റി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ റൂമിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒന്ന് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് പോയി ഒന്ന് കണ്ട് തിരിച്ചു പോകും. ഞങ്ങളുടെ റൂമിലേക്കൊക്കെ പോവാണ്. ഞാനൊക്കെ പാട്ട് പാടിയ സ്ഥലം. അയ്യോ ഞങ്ങൾ പഠിക്കുന്ന സ്ഥലം. ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ പഠിക്കാൻ. ഇതാണ് കേട്ടോ ഡോം. ഞങ്ങൾ 6-7 പേര് ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഡോമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെയായിരുന്നു ഫസ്റ്റ് ഇയർ. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ സെക്കൻഡ് ഇയറിലെത്തിയപ്പോഴാണ് റൂമിലേക്ക് ഈ 2 പേര് വെച്ച് ഷിഫ്റ്റ് ചെയ്തത്. നിന്റെ റൂം, ഞങ്ങളുടെ റൂം നിന്റെ റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? 32 നേരെ ഓപ്പോസിറ്റ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ മെസ് ഹോള്. പക്ഷെ ഇത്ര നീളമില്ലായിരുന്നു ഞങ്ങൾ പഠിക്കുന്നത്. ഇവിടെ പറയില്ലേ നീട്ടിയതാ. വരാത്ത ഒരാളെ എക്സ്പ്രസ് കാണിച്ചു തരാം. ഞങ്ങളോടുള്ള സ്നേഹം അതാണ് ഈ കാപ്പിയിൽ കാണുന്നത്. കഴിഞ്ഞോ ഫോൺ? ഒരു ഓർമ്മയില്ലേ, എടുത്തു വെക്കാം. ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ്, അതാണ് മെയിനായിട്ട് പറയാനുള്ളത് അല്ലേ. ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ്. ഞങ്ങൾ 2018 ഇവിടെ പോയതാണ്. പക്ഷെ പോകാൻ നേരത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടവും ഭയങ്കര അറ്റാച്ച്മെൻറ്റൊക്കെ ആയിരുന്നു. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു സ്ഥലമാണത് ഹോസ്റ്റൽ എന്ന് പറയുന്നത്. ഒന്നാമത് ഞങ്ങൾക്കൊക്കെ പി ജി ലൈഫിൽ ഞങ്ങൾക്കൊക്കെ ഹോസ്റ്റൽ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ഞങ്ങൾ കോഴിക്കോട് നിന്ന്, അതേപോലത്തെ കണ്ണൂരിൽ നിന്ന്, കാസർഗോഡ് നിന്ന്, ട്രിവാൻഡ്രം, അങ്ങനെ പല ഏരിയയിൽ നിന്ന് വന്ന കുട്ടികളായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര ഒരു ഒറ്റതും. ഒന്നാമത് ഇവിടെ ഫോൺ ഞങ്ങളത് വാങ്ങി വെക്കും. ഒരു 5 മണി 6 മണിക്ക് ഞങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എത്ര മണി വരെ ഇങ്ങനെ വാങ്ങി വെക്കൽ? 8 മണി 9 മണി അങ്ങനെ 7 മണിക്ക് വരെ 6-7 മണി വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഫോൺ തരില്ല. പിറ്റേന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫോൺ തരും. അപ്പോൾ അതുവരെ ഞങ്ങൾ ഞങ്ങൾ ഫോണിൽ കളിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾക്ക് പിന്നെ ആകെയുള്ളത് വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ കുറേ എൻജോയ്മെൻ്റൊക്കെ ചെയ്യുന്ന സ്ഥലമാണിത്. ഭയങ്കര ഭംഗിയായിട്ട് മുന്നിലൊക്കെ കാണാം കേട്ടോ. ഒരു ഭയങ്കര തണുപ്പുള്ളൊരു ഭയങ്കര ഒരു ആംബിയൻസ് ആണ് ഇവിടെ. പിന്നെ എക്സാം ടൈമിലാണ് ഞങ്ങളിവിടെ ഈ ഹോസ്റ്റൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. എക്സാം ടൈം ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ 2 മണി വരെയൊക്കെ ഞങ്ങളെ ലൈറ്റ് എല്ലാ റൂമിലും ലൈറ്റ് എത്തും. കുറച്ച് നേരം കിടക്കും, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ വിളിക്കണേ നല്ലൊരു പോക്കാണ്. ഹോസ്റ്റൽ അടിപൊളിയായിരുന്നു. അപ്പോൾ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. ഇനിയൊരു ഇതും കൂടി കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ വന്ന് പഠിക്കും. ആൻറ്റിമാരോടും ഈശോച്ചായനോടൊക്കെ യാത്ര പറഞ്ഞ് ജോൺസൺ സാറിൻ്റെ വീട്ടിലും പോയിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി. പാവം ഈശോച്ചായ മഴയായിട്ട് പോലും ഞങ്ങൾ ബസ് കയറുന്നത് കാത്തു നിൽക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അപ്പോൾ ഞങ്ങൾ നേരെ നടന്ന് കയറുകയാണ്. അപ്പോൾ ഈ 5 വർഷം കഴിഞ്ഞിട്ടും സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടാൻ കാരണം, അത് നബിദിനത്തിന് അന്ന് പോയിട്ടും കിട്ടാനുള്ള കാരണം ഈശോച്ചായനാണ്. ഈശോച്ചായൻ ഓൾറെഡി അവിടെ പറഞ്ഞ് സെറ്റാക്കി ഞങ്ങൾ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഭയങ്കര മഴയായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് അങ്ങനെ അധികം മഴയൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ നേരെ ട്രെയിനിലൊക്കെ കയറി. ഏകദേശം ഒരു 10:30-11 മണിയാവും കോഴിക്കോട് എത്താൻ വേണ്ടി. ജനശതാബ്ദിയിലാണ് വന്നതും തിരിച്ചു പോകുന്നതും ജനശതാബ്ദിയിലാണ്. ടിക്കറ്റൊക്കെ ഓൾറെഡി സെറ്റാക്കി വെച്ചതാണ്. 5 വർഷത്തിന് ശേഷം പിന്നെയും ഇവിടെ പോകാൻ പറ്റുന്ന ഒരു ഭാഗ്യം ഉണ്ടായത് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ വാങ്ങാത്തതുകൊണ്ടാണ്. അപ്പോൾ നന്നായി എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇനിയും ഇങ്ങനെ പോകാൻ പറ്റട്ടെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ. നല്ലൊരു ട്രിപ്പായിരുന്നു.